ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധികയുടെ പുതിയ എപ്പിസോഡില് മുത്തശ്ശിയുടെ സങ്കടം കേട്ട് രാധികയ്ക്കും വിഷമാവും. ഞങ്ങൾ ആരും കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വീൽ ചെയറിലിരുന്ന് അവൻ ചിരിക്കുന്നൊരു ചിരിയുണ്ട്. എനിക്കറിയാം, അത് ഉള്ളു കരയുമ്പോ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാര്യം ശരിയാ, കൽപ്പന അവന്റെ കൂടെ ജീവിക്കുന്നത് തന്നെ ഒരു ത്യാഗ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ചില നേരത്തെ അവനോട് അവള് പറയുന്ന ചില വാക്കുണ്ടല്ലോ, അവളുടെ പ്രവൃത്തി ഉണ്ടല്ലോ, കേട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനും താങ്ങാൻ പറ്റില്ല. ഈ നിലയ്ക്കാണ് അവളുടെ പെരുമാറ്റെങ്കില് ഒരു ദിവസം എന്തെങ്കിലും ചെയ്ത് അവൻ അവസാനിച്ചു കളയും. എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറഞ്ഞു കരയുമ്പോ രാധിക പറയും, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി. ഏട്ടൻ ഈ അവസ്ഥയിൽ നിന്ന് മാറില്ലെന്ന് നമ്മളാരും വിശ്വസിക്കരുത്. മറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഏട്ടൻ തിരിച്ചു വരും. അതിനുള്ള ചികിത്സ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ദൈവമല്ലേ. ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തിരുത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഏട്ടന്റെ നല്ല മനസ്സ് മതി മുത്തശ്ശി ഏട്ടന് മരുന്നായിട്ട്. ഇതുവരെ എവിടെ കൊണ്ടുപോയി എന്തെല്ലാം ചികിത്സിച്ചു, അതൊന്നും കാര്യാക്കണ്ട. പുതിയ ചികിത്സ തുടങ്ങാൻ നമ്മളൊക്കെ ഏട്ടനോടൊപ്പം നിൽക്കണം. പ്രധാനമായിട്ട് കൽപ്പന എടുത്തി. മുത്തശ്ശി പറയും, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടു കൂടി അവൾ അവന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെ അവന് ഭേദമാവുമായിരുന്നു. അവൾ അവനെ തീർത്തും ഉപേക്ഷിച്ച രീതിയിലാ. പിന്നെ സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സ് കെടുത്താതിരിക്കാൻ ഇങ്ങനെ നടക്കുന്നു മാത്രം. രാധിക കാര്യമായിട്ട് എന്തോ ആലോചിച്ചിട്ട് പറയും, അതൊന്നും മാറ്റിയാലോ നമുക്ക്. കൽപ്പന എടുത്തി ഏട്ടനെ സ്നേഹിച്ചു തുടങ്ങിയാലോ, ഏട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ, ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാലോ. മുത്തശ്ശി ഇങ്ങനെ സംശയത്തിൽ നിൽക്കാ. സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണോ നീ? രാധിക പറയും, അല്ല, ഇതൊക്കെ നടക്കും. ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറഞ്ഞു തരാം, അതുപോലെ മുത്തശ്ശി ചെയ്താൽ മതി. മുത്തശ്ശി വയ്ക്കും, എന്താ? ശേഷം ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയതിനു ശേഷം രാധിക രഹസ്യമായി മുത്തശ്ശിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ. അതിപ്പോ നമുക്ക് കേൾക്കാൻ കഴിയില്ല. കേൾക്കുമ്പോ തന്നെ മുത്തശ്ശിക്ക് സന്തോഷാവും. ആഹാ, അത് കൊള്ളാലോ മോളെ. ഇതുവരെ ഇവിടെ ആർക്കും ഇങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ കുട്ടി? രാധിക ചിരിച്ചുകൊണ്ട് പറയും, എന്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞ് ഐഡിയ പറഞ്ഞേ ഉള്ളൂ, നടക്കും നോക്കാം. മുത്തശ്ശി പറയും, എങ്കിൽ നാളെ തന്നെ നമ്മൾ ഈ പരീക്ഷണം പരീക്ഷിച്ചു നോക്കും. പിന്നെ നിന്നെ എന്താ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുന്നതെന്ന് അറിയോ? നിന്റെ സന്തോഷം മാത്രമല്ല ചിന്തിക്കുന്നത്, ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സന്തോഷം. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും നിനക്കൊരു മടിയുമില്ല. ഭഗവാന്റെ കുട്ടിയാ നീ, കേട്ടോ എന്ന് പറഞ്ഞിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാണ്. രാധികയ്ക്കും സന്തോഷാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ആയിരിക്കാണ് കൽപ്പന അവിടെ മുകളില് അവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങള് ഫോണില് നോക്കണേ. അപ്പോഴായിരിക്കും രാധികയും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് ഓടി വരുന്നത്. എന്നിട്ട് കൽപ്പന കാണുന്ന രീതിയിലും എന്നാ ഇവര് കൽപ്പനയെ കാണാത്ത രീതിയിലും ആയിട്ട് നിൽക്കണേ. അങ്ങനെ രാധിക പറയും, പറ. മുത്തശ്ശി പറയും, മോളെ രാധികയെ. ഇത് കേൾക്കുമ്പോ തന്നെ കൽപ്പനയുടെ ശ്രദ്ധ അവരിലേക്ക് പോവാണ്. കണിമംഗലം കുടുംബത്തിന്റെ ഏറ്റവും വലിയ രഹസ്യ മുത്തശ്ശി മോളോട് പറയാൻ പോകുന്നത്. അപ്പൊ കൽപ്പന ഒന്നുകൂടി ശ്രദ്ധിക്കും. അതെ, വേറെ ആരുടെയും കാത്തിലെത്തരുത്. അപ്പൊ തന്നെ കൽപ്പന പമ്മി ഇവരുടെ അടുത്തേക്ക് ചെല്ലും. അവിടെ മാറി നിന്നിട്ട് രാധിക ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം പറയും, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി അതെന്നോട് പറയണ്ട, എനിക്ക് പിന്നെ അതൊരു ഭാരാവും. മോൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണിമംഗലത്തിന്റെ സമ്പത്തിനെ കുറിച്ചാ മുത്തശ്ശി പറയുന്നത്. രാധിക പറയും, ഹോ, അതായത് പരമേശ്വരൻ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിലാണ് ആർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ കൽപ്പന ഒന്നുകൂടെ ശ്രദ്ധിക്കും. രാധികയ്ക്കും, ആണോ മുത്തശ്ശി? അതായത് കാലാകാലങ്ങളായ രാജകുടുംബത്തിന്റെ ശീലം അതേപടി പിന്തുടരുന്ന ശീലം നമ്മുടേത്. എന്ന് വെച്ചാൽ ഓരോ തലമുറയിലും ഒരു അവകാശി ഉണ്ടാകും. ഇത് കേട്ടിട്ടായിരിക്കും അവിചാരിതമായിട്ട് പ്രിയങ്ക അങ്ങോട്ട് വരുന്നത്. സ്വത്തിന്റെ കാര്യമൊക്കെ ആ ഒരാളിൽ മാത്രം ഉണ്ടാവുക. ഇതുകൂടെ കേൾക്കുമ്പോ പ്രിയങ്കയും ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുക. അങ്ങനെ മുത്തശ്ശി പറയണേ, ബാക്കിയുള്ളതെല്ലാം വേണ്ടവർക്കൊക്കെ കൊടുക്കും. പക്ഷേ കണിമംഗലത്തിന്റെ പിന്തുടർച്ച അവകാശി അങ്ങനെ ഒരാളിലായിരിക്കും. ഇത് കേൾക്കുമ്പോ പ്രിയങ്കയും അവിടെ മാറി നിൽക്കണേ. രാധികയ്ക്ക് ഇത് കാണുമ്പോ ചിരി വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ കൽപ്പനയാണ് കാണുന്നത്, രാധിക പ്രിയങ്കനെയും. അങ്ങനെ കൽപ്പനനെ നോക്കിയതിനു ശേഷം മുത്തശ്ശി പറയും, പരമേശ്വരൻ എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഇനി കണിമംഗലത്ത് പിറക്കാൻ പോകുന്ന കുഞ്ഞാണ് കണിമംഗലത്തിന്റെ രാജകുമാരൻ. ഇത് കേൾക്കുന്ന പ്രിയങ്കയ്ക്കും അതുപോലെ കൽപ്പനയുടെയും മുള്ളില് ലഡു പൊട്ടാണ്. ഞെട്ടലോടെ നിൽക്കുക. മുത്തശ്ശി പറയും, കണിമംഗലത്തിന്റെ എല്ലാ സ്വത്തും കൈകാര്യം ചെയ്യുന്ന ആള്. പ്രിയങ്ക കൽപ്പനേനെയും അതുപോലെ പ്രിയങ്കേനെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. സൂര്യക്കും കൽപ്പനയ്ക്കും ഒരു കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞായിരുന്നേനെ കണിമംഗലത്തിന്റെ വരുംകാല അവകാശി. പക്ഷെ അതിന് ഭാഗ്യമില്ലല്ലോ. അങ്ങനെ വന്നാൽ വരുണിന് പിറക്കുന്ന കുഞ്ഞ് അടുത്ത അവകാശിയാവും. ഇത് കേൾക്കുമ്പോ പ്രിയങ്കയുടെ ഉള്ളിലും ചില സൂത്രങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അത് രാധികയ്ക്കും മനസ്സിലാവുന്നുണ്ട്. കൽപ്പന ഇങ്ങനെ അതെങ്ങനെ നടക്കുന്നു വിചാരിച്ചു നിൽക്കുക. അങ്ങനെ മുത്തശ്ശി പറയും, സൂര്യയുടെ കുഞ്ഞായാലും വരുണിന്റെ കുഞ്ഞായാലും എല്ലാം ഒരുപോലെയല്ലേ. പക്ഷേ രാജയോഗം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് ആർക്കാ വിധിച്ചിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഞാൻ ആ കുഞ്ഞിനെ കാത്തിരിക്കാൻ മോളെ, കണിമംഗലത്തിന്റെ അവകാശിയായ ആ കുഞ്ഞിനെ.
ഇത്രയും കേട്ട് കഴിയുമ്പോ കൽപ്പന അവിടുന്ന് പോകും. അതുപോലെ പ്രിയങ്കയും രാധിക രണ്ടുപേരും പോകുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുക. മുത്തശ്ശി പ്രിയങ്കനെ കണ്ടിട്ടില്ലല്ലോ. രാധികയോട് പറയും, മോളെ നിന്റെ ബുദ്ധി ഏറ്റവും തോന്നുന്നത്. കൽപ്പന പോയ പോക്ക് കണ്ടില്ലേ? രാധിക പറയും, നമ്മൾ പ്രതീക്ഷിച്ചത് നടക്കും മുത്തശ്ശി. പ്രിയങ്ക നിന്നടുത്തേക്ക് നോക്കിയിട്ട് പറയും, പ്രതീക്ഷിക്കാത്തതും നടക്കും. മുത്തശ്ശി നോക്കിക്കോ. മുത്തശ്ശി ഇപ്പൊ സന്തോഷത്തോടു കൂടി നടന്നു പോവാ. ശേഷം രാധിക മനസ്സിൽ വിചാരിക്കും, കൽപ്പനയെടുത്തിയും ഏട്ടനെ ഒന്നിക്കാൻ വേണ്ടി മാത്രമല്ല, പ്രിയങ്കയും വരണു ഒന്നിക്കാൻ ഇത് കാരണമാവും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് പറയുമ്പോ ചെറിയ വിഷമം ഉണ്ടെങ്കിലും അങ്ങനെ നടക്കട്ടെ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധിക അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ മുത്തശ്ശിയെ വിളിക്കുകയാണ് ഫോണില്. എന്താ മോളെ, അവളെ കൊണ്ട് അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഏയ് അതൊന്നുമില്ല, വേറൊരു കാര്യമുണ്ട്. എന്താ മോളെ? പ്രിയങ്ക പറയും, കണിമംഗലത്തിനെ സ്വത്തിനെ കുറിച്ച് ഞാൻ ഇന്ന് ചില കാര്യം അറിഞ്ഞു. മുത്തശ്ശിയുടെ നാവെന്ന് നേരിട്ട് കേട്ടതാ. എന്താ എന്ന് ചോദിക്കുമ്പോ രാധികയുടെ മുത്തശ്ശി പറയുന്ന കാര്യം കേട്ടതെല്ലാം പ്രിയങ്ക ഇവിടെ ഫോണിലൂടെ പ്രിയങ്കയുടെ മുത്തശ്ശിയോട് പറയാ. ഏട്ടത്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായാലേ ആ കുഞ്ഞല്ലേ കണിമംഗലത്തിന്റെ അവകാശിയാവുക. ഇത് കേൾക്കുമ്പോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവും. അതെ, എന്താ നിന്റെ ഉദ്ദേശം? പ്രിയങ്ക പറയും, അങ്ങനെയൊക്കെ കേട്ടപ്പോ എന്തോ ഒരു. മുത്തശ്ശി പറയും, എടി പൊട്ടി, ഇതിനേക്കാളും വലിയൊരു അവസരം ഒരാളുടെ മുന്നിലുണ്ടാവോ? കണിമംഗലത്തിന്റെ സ്വത്ത് മുഴുവനും നിന്റെ കുഞ്ഞിന്റെ പേരിലാണ് വരുന്നതെങ്കിൽ നീ പിന്നെ ആരാ? മഹാറാണിയാ, മഹാറാണി. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, വരുണിനെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കേ, എന്നിട്ട് അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്ക്. പ്രിയങ്ക പറയും, പക്ഷെ മുത്തശ്ശി, എന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ. മുത്തശ്ശി പറയും, നിന്റെ ലക്ഷ്യം സിനിമയല്ലേ? സിനിമയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത്? കണിമംഗലത്തിന്റെ കോടാനുകോടി വരുന്ന സമ്പത്ത് നിന്റെ കുഞ്ഞിന്റെ പേരിലായാലോ അത് ചിലവഴിക്കാനുള്ള അവകാശം നിനക്കല്ലേ? പിന്നെ സിനിമയിൽ അഭിനയിക്കുകയോ സിനിമ പിടിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാലോ. പ്രിയങ്ക പറയും, പക്ഷെ ഒരു പ്രസവം കഴിഞ്ഞ ശേഷം സിനിമയിലേക്ക് ചെന്നാൽ അവര് എന്താ കുഴപ്പം? നീ പണം ഇറക്കി പടം പിടിക്കുന്ന പടത്തില് നിനക്ക് ഇഷ്ടമുള്ള വേഷം അഭിനയിക്കാലോ. എടി, അത് ആരാ ചോദ്യം ചെയ്യാൻ? ഞാനിപ്പോ ഒരു കാര്യം പറയുന്നുള്ളൂ. തൽക്കാലം നിന്റെ സിനിമ എന്നുള്ള ഒരു ആഗ്രഹം മാറ്റിവെക്ക്. എടി, ആദ്യം പണം കയ്യിൽ വരട്ടെ, അതിനുശേഷം ബാക്കി എല്ലാവരെയും കൊണ്ടുവരാലോ. എടി മോളെ, നീയും ഭരിക്കുന്ന കണിമംഗലത്തിലേക്ക് മുത്തശ്ശിക്കൊരു വരവ് വരണം. എന്നിട്ട് നിന്നെ അനുസരിച്ച് ഓച്ചാനിച്ച് കണിമംഗലത്തിലുള്ളവര് നിൽക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം. പ്രിയങ്ക പറയും, അതിനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് മുത്തശ്ശി. എടി, എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഇന്ന് മുതൽ വരുണിന്റെ പിന്നാലെ കൂടിക്കോ. അത് തന്നെയാ മാർഗം. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പരമേശ്വരന്റെയും പത്മിനിയുടെയും കയ്യിൽ വെച്ചു കൊടുത്താലും മതി. ആ നിമിഷം നിന്റെ ജാതകം മാറും. പ്രിയങ്ക പറയും, ഞാൻ ഏറ്റു മുത്തശ്ശി, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ആ കോളം കട്ട് ചെയ്യും. ഇവിടെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷ. അങ്ങനെ പ്രിയങ്ക അതിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ശേഷം അങ്ങനെ രാത്രിയായിരിക്കാ. വരുൺ ഫോൺ വിളിച്ച് അകത്തേക്ക് വരുമ്പോണ്ടാവും അവിടെ ബെഡ്ഷീറ്റൊക്കെ അലങ്കരിച്ചിരിക്കുന്നേ. റോസ് പൂവിന്റെ ഇതൾ വെച്ചിട്ട് വലിയ ലവും അതുപോലെ കുഞ്ഞു കുഞ്ഞു ലവ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് കണ്ട് ഷോക്കാവുന്ന വരുൺ ഫോൺ കോള് മറന്നുപോകും. പിന്നെ ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാ. അപ്പൊ ഉണ്ടാവും അവിടെ ഒരു ആദ്യരാത്രിക്കുള്ള ഒരുക്കം പോലെ, അതായത് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വരുൺ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ചെന്ന് മുന്തിരിയൊക്കെ എടുത്തു നോക്കും. ശേഷം അവിടെ വെക്കുക. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ലവ് ഒക്കെ തട്ടി മാറ്റിയിട്ട് അവിടെ ഇരിക്കും. തലയ്ക്കങ്ങ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ തലയ്ക്ക് കൈവച്ചിരിക്കുമ്പോ ഉണ്ടാവും ഒരാൾ അങ്ങോട്ട് വരുന്നേ. സെറ്റ് സാരിയൊക്കെ എടുത്ത് കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട്. പ്രിയങ്കയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നാണൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടാ വരുന്നത്. വരുണ് കാണുമ്പോ തന്നെ കല്ലി കയറുക. അങ്ങനെ പ്രിയങ്ക ആ ഗ്ലാസ് പാൽ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ കുനിഞ്ഞ് വരുണിന്റെ കാലില് തൊടുമ്പോ വരുൺ അങ്ങ് പേടിച്ചോ. ആളൊന്ന് നമസ്കരിച്ചതാ. വരുൺ ചോദിക്കും, ഇതെന്താ പരിപാടി? ഇതെന്താ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നതൊക്കെ? പ്രിയങ്ക പറയും, വരുൺ എന്നോട് ദേഷ്യം തോന്നരുത്. ഇന്നു മുതലേ വരുണിന്റെ ചിട്ടയ്ക്കും ആഗ്രഹങ്ങൾക്കും ഒത്ത് ജീവിക്കാനാ എന്റെ തീരുമാനം. വരുൺ ചോദിക്കും, പ്രിയങ്ക പറയും, വരുണിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട്. വരുണങ്ങ് ഞെട്ടിപ്പോവും. പ്രിയപ്പെട്ട ഭാര്യയോ? കണക്ക് എഴുതി കൃത്യമായി ശമ്പളം തന്ന ഒരാളെ അയാളെങ്ങനെ ഒരു ഭാര്യയാവുന്നത്? കൃത്യമായ എഗ്രിമെന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് എങ്ങനെയാ ഭാര്യയും ഭർത്താവും ആവുന്നത്? പ്രിയങ്ക വീണ്ടും പറയും, വരുൺ പ്ലീസ്, പരസ്പരം മത്സരിച്ച് നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? നമുക്കൊന്നിക്കാം. ഇതുവരെ വരുണിനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. വരുൺ പറയും, നിന്റെ മിടുക്കിലൊന്നും എനിക്ക് യാതൊരു സംശയവും ഇല്ല. പക്ഷെ ആ മിടുക്ക് എന്റെ അടുത്ത് കാണിക്കുന്നതില് എനിക്ക് അല്പം വിരോധമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഇതാ ഈ കട്ടിൽ കിടക്കുന്ന ഇതൊക്കെ എടുത്തൊന്ന് മാറ്റാമോ? പ്രിയങ്കയ്ക്കും എന്തിനെ? ഈ പൂക്കള് കണ്ടില്ലേ? ഈ സുഗന്ധം, ഈ രാത്രിയുടെ മനോഹാരിത, ഇതൊക്കെ നമുക്ക് ഈ രാത്രിയിൽ ആസ്വദിച്ചൂടെ? അല്ല, ഈ അഭിനയിക്കാൻ പോയ സിനിമയുടെ ഡയലോഗാണോ? ഈ സിനിമാക്കാർക്ക് ആദ്യ രാത്രിയുടെ വല്ലാത്തൊരു പ്രിയാണ്. പ്രിയങ്ക പറയും, എന്റെ ജീവിതത്തില് ഇനി സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹമില്ല. വരുൺ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ ആവാന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇല്ല. പ്രിയങ്കയുടെ ഈ വശീകരണമൊന്നും വരുണിന്റെ അടുത്ത് ഏൽക്കുന്നില്ല. വരുണിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഈ വേഷം, ഈ രൂപം, ഈ സംസാര രീതി ആർക്കും ഇഷ്ടപ്പെടും. അതെ, നിന്റെ ഈ രൂപ സൗന്ദര്യത്തിന് മുന്നില് ആണുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരറിയാതെ നിന്നിലേക്ക് ചേർന്ന് പോകും. വരുൺ,
വരുൺ പറയും അതുകൊണ്ട് എന്റെ പൊന്നു മോള് സമയം കളയണ്ട, പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ ഈ പെർഫോമൻസ് കാഴ്ചവെക്ക്, ചിലപ്പോ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോ വരുൺ എന്ന് വിളിച്ച് പ്രിയങ്ക വരുണിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് വരുണിനെ പിടിച്ചു നിർത്തുക. വരുൺ അതും ഇഷ്ടപ്പെടുന്നില്ല. കൈവിട്. പ്രിയങ്ക പറയും ഇല്ല. ശേഷം വരുണിനെ പിടിച്ച് കട്ടിലേക്ക് അങ്ങ് ഉന്തിയിടും. വരുൺ അങ്ങ് ദേഷ്യം വരും. അപ്പോഴും പ്രിയങ്ക പറയും വരുൺ എല്ലാം മറക്ക്, നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. വരുൺ അങ്ങ് ദേഷ്യം കൂടി വരും. ദേ ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ നിന്റെ കാരണം നോക്കി ഒന്ന് പൊക്കിക്കേണ്ടതാ. പ്രിയങ്ക അങ്ങ് ഞെട്ടിപ്പോകും. ഞാനത് ചെയ്യാത്തതേ കണിമംഗലത്തിന്റെ മര്യാദ കൊണ്ടാ, മനസ്സിലായ നിനക്ക്? ഈ ജന്മല്ല, ഇനി ഒരു 10 ജന്മം നീ എന്റെ പുറകെ നടന്നാലും എനിക്ക് നിന്നോട് ഒന്നും തോന്നത്തില്ല. എന്റെ മനസ്സിളക്കാനുള്ള മാന്ത്രിക ശക്തിയൊന്നും നിന്റെ കയ്യിലില്ല. പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോ പ്രിയങ്ക പറയും വരുൺ പോവരുത്. വരുൺ പറയും എന്റെ ജീവിതം എന്റെ ഇഷ്ടം, തടസ്സം നിന്നാലേ വാങ്ങിച്ച പൈസ അതിന്റെ കണക്ക് എനിക്ക് കണിമംഗലത്തുകാരെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതില് പ്രിയങ്കയ്ക്ക് പിന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അത്രയും പറഞ്ഞിട്ട് വരുൺ അവിടെ നിന്ന് പോവുകയാണ്. പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കും എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും, ഇനി അങ്ങോട്ട് പ്രിയങ്ക എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണാൻ വരുൺ. പ്രിയങ്ക ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കില് അത് നടത്തിയെടുത്തിട്ടേ അടങ്ങും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ കൽപ്പനയുടെ അടുത്താണ്. അതായത് കൽപ്പന റൂമിലേക്ക് പോവാണ്. സൂര്യ കൽപ്പന വയ്ക്കും എന്താ എന്ന് നോക്കുമ്പോ സൂര്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാലിലേക്ക് നോക്കുകയാണ്. അപ്പൊ ഉണ്ടാവും സൂര്യയുടെ കാലൊക്കെ ഇങ്ങനെ പതിയെ അനങ്ങുന്നത്. ഇത് കാണുമ്പോ കൽപ്പനയ്ക്ക് സന്തോഷവും. സന്തോഷത്തോടു കൂടി സൂര്യയുടെ അടുത്തേക്ക് ഓടി വരിക. സൂര്യ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് സ്നേഹത്തില്. കൽപ്പന നോക്ക്, എനിക്ക് എന്റെ കാലളക്കാൻ പറ്റുന്നുണ്ട്. എന്റെ ഈശ്വര, ഞാൻ സൂര്യ എഴുന്നേൽപ്പിക്കട്ടെ. സൂര്യ പറയും കൽപ്പനയ്ക്കും സൂര്യ ഒരടിയെങ്കിലും എടുത്തു വെക്കാൻ പറ്റും. സൂര്യ പറയും നോക്കാം. കൽപ്പന പറയും വാ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കൈ പിടിക്കാൻ ശേഷം സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ തന്നെ സൂര്യ പതിയെ കാലുകൾ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. കൽപ്പനയ്ക്ക് ഭയങ്കര സന്തോഷാവും. വാ ഇനിതാ ഈ കാലെടുത്ത് താഴെ വെക്കി പതുക്കെ എന്ന് പറഞ്ഞിട്ട് ആ കാലെടുത്ത് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സൂര്യയും കൂടെ ആ കാലെടുത്ത് വെക്കും. എന്റെ ഈശ്വര വാ എഴുന്നേൽക്ക് പതുക്കെ. സൂര്യയുടെ കൈ സ്ലിപ്പാവും. അയ്യോ പതുക്കെ, ഞാൻ പിടിക്കാം, ദാ അതിലൂടെ എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് കൽപ്പന തന്നെ കൽപ്പനയുടെ കഴുത്തിലൂടെ ഇട്ട് കൊടുക്കുക. ദാ പതുക്കെ എടുത്ത് വെക്കി കാല്. അങ്ങനെ സൂര്യ ഓരോ അടി കാല് വെക്കണേ. സൂര്യക്കും ഭയങ്കര സന്തോഷം. കൽപ്പന പറയും ഇനി ഇങ്ങനെ പതിയെ ഓരോ കാല് വെച്ചാ മതി. സൂര്യക്കാണെങ്കിൽ പേടിയുണ്ട്. കൽപ്പന പറയും ഞാൻ പിടിച്ചോളാം, നടന്നു നോക്ക്. പിടിച്ചിട്ടുണ്ട്, സ്റ്റഡി നടക്ക്. അപ്പോഴേക്കും സൂര്യ അങ്ങ് തളർന്നു പോവാണേ. സൂര്യ പതുക്കെ. കൽപ്പന വയ്ക്കും ഇരിക്കണോ? സൂര്യ പറയും വേണ്ട കൽപ്പന, ഇത്രയും കാലത്തെ ശാപത്തിന് മോക്ഷം കിട്ടി, ഞാൻ ഇനി നടക്കും, തന്റെ ഒപ്പം നടക്കും. കൽപ്പന പറയും സൂര്യ ഞാൻ പറഞ്ഞതിനും ചെയ്തതിനൊക്കെ മാപ്പ്. സൂര്യ നടക്കണം, പഴയതുപോലെ ആവണം, വാ നടക്ക് എന്ന് പറഞ്ഞിങ്ങനെ നടത്തണേ. ഈ കാഴ്ച കണ്ടിട്ടായിരിക്കും ഗൗതം വരുന്നത്. ഗൗതം ഞെട്ടിപ്പോകുന്നുണ്ട്. ഗൗതം ഒന്നും കൂടി സൂര്യനെ അടിമുടി നോക്കണേ. ഇതേ സമയം ഇപ്പൊ കൽപ്പന ഭയങ്കര സന്തോഷത്തില് സൂര്യയെ കൊണ്ട് നടത്തിപ്പിക്കണേ. ഇതൊക്കെ കണ്ടാണ് ഗൗതം ഞെട്ടി നിൽക്കുന്നത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്